ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് വൈകിപ്പിച്ചത് സാംസ്കാരിക വകുപ്പ് ഉദ്യോഗസ്ഥരെന്ന് മുൻ വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം. വിവരാവകാശ കമ്മീഷനെ ഇരുട്ടിൽ നിർത്താൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചു. റിപ്പോർട്ടിലെ ഹർജി പരിഗണിക്കുമ്പോൾ വിവരാവകാശ കമ്മീഷണറേറ്റിൽ നിന്ന് പിന്തുണ ലഭിച്ചില്ല എന്നും ഡോക്ടർ എ അബ്ദുൽ ഹക്കീം കുറ്റപ്പെടുത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലാണ് മുൻ വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീമിന്റെ പ്രതികരണം. റിപ്പോർട്ട് പുറത്തുവരാൻ വൈകിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സാംസ്കാരിക വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കാണെന്ന് അബ്ദുൽ ഹക്കീം കുറ്റപ്പെടുത്തി. ഇപ്പോൾ പ്രിമച്ചുറാണ്, സ്വകാര്യതയിലേക്ക് കടക്കുന്ന കാര്യങ്ങൾ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു ഓർഡർ അവർക്ക് വിവരാവകാശ കമ്മീഷണറിൽ നിന്ന് തന്നെ കിട്ടിയത്. അത് ആയുധമാക്കിക്കൊണ്ട് ഈ ഉദ്യോഗസ്ഥരാണ് സത്യത്തിൽ ഇതിനെ എങ്ങനെ നീട്ടിക്കൊണ്ടുപോയത്. അവരുടെ അറിവുകേടോ അല്ലെങ്കിൽ അവരാരുടെയെങ്കിലും സ്വാധീനത്തിൽ ഈ ഉദ്യോഗസ്ഥ വൃന്ദം വഴങ്ങിയിട്ടുണ്ടാവും. വിവരാവകാശ കമ്മീഷനെ പോലും ഡാർക്ക്നെസ്സിൽ നിർത്താൻ ഒരു പരിധി വരെ അവർ ശ്രമിച്ചു എന്നുള്ളത് ശരിയാണ്. അതേസമയം നിർണായക ഘട്ടത്തിൽ കമ്മീഷണറേറ്റിൽ നിന്നും തനിക്ക് ഒരു പിന്തുണയും ലഭിച്ചിട്ടില്ലെന്നും അബ്ദുൽ ഹക്കീം ആരോപിച്ചു. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച പിന്തുണ കിട്ടേണ്ട ഭാഗത്തു നിന്ന് കിട്ടുകയോ എന്നെ ചേർത്ത് പിടിക്കുന്നതിനോ എൻ്റെ അംബ്രല എനിക്ക് ആവശ്യമുള്ളപ്പോൾ വിടർന്ന് വരാതിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. ഇതിങ്ങനെ പോയാൽ പിന്നെ ഞങ്ങളൊക്കെ അപ്രസക്തരായി പോകുമല്ലോ എന്ന തോന്നലുണ്ടാവും. ഇത് ഏതെങ്കിലുമൊക്കെ ആയിരിക്കും, പിന്നെ ആരുടെയെങ്കിലും ടൂളായി പ്രവർത്തിക്കുന്നുണ്ടാവും. മാധ്യമങ്ങളും പൊതുജനങ്ങളും നൽകിയ പിന്തുണയാണ് ഊർജ്ജമായതെന്നും അബ്ദുൽ ഹക്കീം റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുമ്പോൾ അനുഭവിച്ച സമ്മർദ്ദങ്ങളും പ്രതിസന്ധികളുമാണ് വിവരാവകാശ കമ്മീഷണറായിരുന്ന അബ്ദുൽ ഹക്കീം വെളിപ്പെടുത്തിയത്. റിപ്പോർട്ടിലെ സുപ്രധാന ഭാഗങ്ങൾ പൂഴ്ത്തിയ സംഭവത്തിലെ ഹർജിയിൽ വിവരാവകാശ കമ്മീഷണറുടെ തീരുമാനം വൈകുന്നതിന് പിന്നിലെ കാരണം അബ്ദുൽ ഹക്കീമിന്റെ വാക്കുകളിൽ വായിച്ചെടുക്കാൻ കഴിയും. റിപ്പോർട്ടർ ആർ. ഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.